ഗുഡ് ഈവനിങ്, ഹസീനയാണ് ആ വണ്ടിത്തറയിൽ നിന്ന്. ഇന്നത്തെ നമ്മുടെ പ്രസൻറ്റേഷൻ സ്കിൽ വർക്ക്ഷോപ്പിൽ നിന്നും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടമായി, നല്ല അടിപൊളിയായിട്ടിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളൊരു സെഷനായിരുന്നു. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കൺഗ്രാജുലേഷൻ പറയുന്നത്, താങ്ക്സ് പറയണത് നമ്മളുടെ വൈസ് ക്യാപ്റ്റൻ മിസ്റ്റർ അനീഷ് ബ്രോനോടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിൽ പോലും ഒരുപക്ഷെ നമ്മളുടെ രാജ്കുമാർ സാർ സിസ്റ്റത്തിൽ പോലും ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അത്രയും ഭാഗ്യവാന്മാരാണ് ആ ഒരു സെഷൻ കിട്ടാനായിട്ട്. ഇപ്പോൾ ഇന്നത്തെ സെഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഫസ്റ്റ് ടൈം നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്ന് മാത്രമല്ല, നമ്മളുടെ ടൈമിങ് കറക്റ്റായിട്ട് എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളത്. ഒരു 3 മിനിറ്റ് പ്രിപ്പയർ ആവാൻ തന്നിട്ട് 1 മിനിറ്റിന് നിങ്ങൾ ഒതുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓരോ സെഷൻ എടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് പറയാനും എത്ര ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഒരു 3 മിനിറ്റിൽ പ്രിപ്പയർ ചെയ്തിട്ട് 1 മിനിറ്റിൽ കഴിവിൻ്റെ പരമാവധി ഓരോരുത്തരും ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലവർക്കൊരു ടെൻഷന് 1 മിനിറ്റിൽ ഒതുങ്ങില്ലേന്ന് ടെൻഷന്. എന്തായാലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. പങ്കെടുത്തിട്ടുള്ള ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഇങ്ങനെ ആണെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടാവും? തീർച്ചയായിട്ടും നമ്മൾ വലിയ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടാവും. ഒരു സ്റ്റേജ് കൈകാര്യം ചെയ്യാനുള്ള സ്കില്ല് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം തന്ന നമ്മളുടെ ലീഡർ അൻസാർ സാർ ഷിക്കി മേഡത്തിനും ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കണം നമ്മുടെ വൈസ് ക്യാപ്റ്റൻ അനീഷ് ബ്രോക്കും എൻ്റെ ഫ്രം ദ ഹാർട്ടിൽ നിന്ന് ഞാൻ താങ്ക്സ് പറയുന്നു. താങ്ക് യു അൻസാർ സാർ, താങ്ക് യു ഷിക്കി മേഡം, താങ്ക് യു അനീഷ് ബ്രോ. ബൈ. ഹായ്, ഗുഡ് ഈവനിങ്. ധർമ്മരാജനാണ്. ഇന്ന് പ്രസൻറ്റേഷൻ സ്കില്ലിൻ്റെ ക്ലാസ് എല്ലാവരും വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. നല്ല ഉഷാറായിട്ടുണ്ട്. ഇതുപോലെ നമ്മളിങ്ങനെ മുന്നേറുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആരെ കൊണ്ടും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. നല്ല ഉഷാറായിട്ടുണ്ട്. ഓരോരോ ആൾക്കാരുടെ ഓരോ ദിവസമുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ നല്ല മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതേപോലുള്ള പ്രസൻറ്റേഷൻ സ്കില്ലുമായിട്ട് നമ്മൾ ഡെയിലി ഈ പ്രോഗ്രാം നടത്തുമ്പോൾ നമുക്കതിനായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓരോരുത്തരും എടുത്തു പറയാൻ ഒരാളെ സെപ്പറേറ്റ് പറയല്ലേ, എല്ലാവർക്കും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ്. ഹബീബയാണ്. ഞാൻ ആദ്യമായിട്ട് ദൈവത്തിനോട് നന്ദി പറയുന്നു, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളെ കൊണ്ടെത്തിച്ചതിന്. ഒപ്പം നമ്മളുടെ ലീഡേഴ്സിനും അൻസാർ ഷിക്കി മാമിനോട് ഞാൻ നന്ദി പറയുന്നു, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമും അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പുകളും നമുക്ക് റെഡിയാക്കി തന്നതിന്. ഇന്നത്തെ സ്കില്ല് വർക്ക്ഷോപ്പിൽ നമുക്ക് ഫസ്റ്റ് നമ്മളോട് കഴിഞ്ഞ ദിവസത്തിനെ കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞു. അത് നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. അത് കഴിഞ്ഞു നമുക്ക് 3 മിനിറ്റ് സമയം തന്നു. ആ 3 മിനിറ്റ് സമയം കൊണ്ട് 1 മിനിറ്റ് സംസാരിക്കാനുള്ള ടോപ്പിക് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ആകെ തന്നത് 3 മിനിറ്റ് ആണെങ്കിലും ആ 3 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് അല്ല, അതിൽ കൂടുതൽ സംസാരിക്കാനുള്ള ടോപ്പിക്കാണ് എല്ലാവരും റെഡിയാക്കിയത്. പക്ഷേ അത് 1 മിനിറ്റ് കൊണ്ട് ചുരുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തന്നത്. അതിന് പ്രാക്ടീസ് തന്ന അനീസ് സാറോട് ഫ്രം ദ ഹാർട്ടിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു ഓൾ. ഹായ്, ഗുഡ് ഈവനിങ്. അഷറഫാണ്. ഞാൻ ഇപ്പോൾ വോയിസിൽ ഇവിടെ കറണ്ടൊന്നുമില്ല, നെറ്റൊക്കെ പോയി കിടക്കുകയാണ്, ഇൻവെർട്ടറൊക്കെ പ്രശ്നത്തിലിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു വർക്ക്ഷോപ്പ് ശരിക്കും വർക്ക്ഷോപ്പ് തന്നെയാണ് കേട്ടോ. നമ്മളെ വർക്ക് ചെയ്തിട്ട് പുതിയ ഒരു വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി ഇട്ട സതീഷേട്ടൻ്റെ കാലം അറിയുണ്ടാവും, നന്നായിട്ടും അറിയാം. നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ നമ്മളെ സ്പീക്കിംഗ് സ്കില്ല് മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വർക്ക്ഷോപ്പ് തന്നെയാണ്. കാരണം ഒരു വർക്ക്ഷോപ്പ് ഒരു പണി അറിയണ ഒരാളെ എടുത്ത് നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് എങ്ങനെ അതേപോലെ അനീഷ് ബ്രോ അല്ലെങ്കിൽ അനീഷ് ഭായ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന്ന് എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ എന്നെ ഡെവലപ്പാക്കാൻ എനിക്ക് പറ്റും. അതേപോലെ ഓരോ ആളുകൾക്കും അവരെ ഡെവലപ്പാക്കാൻ പറ്റിയാൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. മെയിനായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയാണ് ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ബിസിനസ് സോഷ്യൽ മീഡിയ, നമ്മൾ 1-to-1 ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഹോം വിസിറ്റ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വല്ലാതെ ഒന്നും ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ലോകമാണല്ലോ.
അപ്പോൾ അതിലൂടെ ആണ് മിക്കവാറും ആളുകൾ വീട്ടിലിരുന്നിട്ട് ഫോൺ ഉപയോഗിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മളെ ബിസിനസ് പറയാനും നമ്മളെ പരിചയപ്പെടുത്താനും ഒക്കെ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അതിലേക്ക് നമുക്ക് എത്താൻ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലാസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ സെഷൻ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് MC ആവാനൊക്കെ പറ്റും. ഇതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സ്കിൽ ഡെവലപ്പ് ആകുമ്പോൾ എന്തായാലും അനീഷ് ഭായ് ഈ ഒരു കാര്യം ഏറ്റെടുത്തതിന് ശേഷം നമുക്ക് ഓരോരുത്തരും കിട്ടുന്ന ഓരോ ദിവസം ആള് റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എൻ്റെ ഫ്രം ദ ഹാർട്ട് താങ്ക്സ് പറയണം അനീഷ് ഭായ്. ഓക്കെ, താങ്ക് യു. കാരണം നമുക്ക് കുറേ ആളുകൾ പ്രാർത്ഥനയിൽ സത്യം പറയുകയാണെങ്കിൽ അനീഷ് ഭായ്ക്ക് സ്ഥാനം ഉണ്ടാവും. കാരണം ഇതുപോലെ ഓരോരുത്തർ ലെവൽ മാറുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാറും നമ്മളെല്ലാവരും. ഓക്കെ, താങ്ക് യു. നമസ്കാരം, ഞാൻ രഘുനന്ദനൻ. ഇന്ന് നടന്ന പ്രസൻറ്റേഷൻ സ്കില്ല് വർക്ക്ഷോപ്പ് എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടന്ന 1 മിനിറ്റ് നമുക്ക് സംസാരിക്കാനുള്ള അവസരം, അത് നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കാം. അതിന് 3 മിനിറ്റ് നേരം നമുക്ക് ചിന്തിക്കാനുള്ള, ആലോചിക്കാനും അതിന് പ്ലാൻ ചെയ്യാനും പ്രിപ്പയർ ആവാനുമുള്ള ഒരു സമയം നമുക്ക് കിട്ടിയിട്ട് ഈ 3 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് 1 മിനിറ്റ് സംസാരിക്കാനുള്ള കാര്യങ്ങൾ, നമുക്കിഷ്ടപ്പെട്ട വിഷയമായാലും അതിനെക്കുറിച്ചിട്ട് എല്ലാവരും ഈ 3 മിനിറ്റ് കൊണ്ട് നല്ലൊരു ഓരോരുത്തരും ഓരോരോ വിഷയങ്ങൾ എടുത്ത് സംസാരിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 10 ദിവസത്തെ പ്രോഗ്രാമായിട്ടാണ് ഇപ്പം നടക്കുന്നത്. ഈ പ്രോഗ്രാം ഈ 10 ദിവസം കൊണ്ട് നമുക്ക് എത്ര മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. ഇപ്പോൾ 3 മിനിറ്റ് കൊണ്ട് ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റും. 10 ദിവസം കൊണ്ട് നമുക്ക് നല്ലൊരു മാറ്റങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൽ സംസാരിച്ച എല്ലാവരും ഒരുവിധം അവരവരുടെ കഴിവിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിയില്ല, ഞാൻ തന്നെ സംസാരിക്കാൻ സംസാരിക്കും, ഒറ്റയ്ക്ക് സംസാരിക്കുന്നല്ലാതെ കൂട്ടത്തിലോ ഒരു സ്റ്റേജിലോ ഇതുപോലെ ഒരു സൂമിലോ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തി നന്നായി സംസാരിക്കേണ്ടെന്ന് എൻ്റെ ഉപബോധ മനസ്സിൽ തന്നെ എനിക്ക് പറയാനുണ്ട്. ഞാൻ തന്നെയാണ് ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും അതിന് മുന്നിട്ട് നമുക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടുമ്പോഴുമാണ് നമുക്ക് മുന്നേറാൻ പറ്റുന്നത്. ഈ പ്രോഗ്രാമിലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ട്. 1 മിനിറ്റ് ആണെങ്കിലും 1 മിനിറ്റ് ആ സംസാരത്തിലൂടെ തന്നെ നമുക്ക് മുന്നിലേക്ക് വരാൻ പറ്റും. നമ്മുടെ വിഷയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ ഫോക്കസ് ചെയ്ത് അത് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് അതിന് പെട്ടെന്ന് മുന്നേറാൻ പറ്റും. 1. രണ്ടാമതെന്ന് പറഞ്ഞാൽ നാളെ മുതൽ നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് ക്ലാരിറ്റി ആയിട്ട് കിട്ടും. കാരണം ഇന്ന് 3 മിനിറ്റ് നേരം കൊണ്ട് നമ്മൾ പഠിച്ചെടുത്തിട്ട് എല്ലാവരും ക്ലാരിറ്റിയും നല്ല രീതിയിലും സംസാരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് തുടർന്നുള്ള ദിവസം ഇതിലേറെ നന്നായി സംസാരിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ എല്ലാവരും സംസാരിക്കട്ടെ. നല്ലൊരു വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പിന്നെ ഇങ്ങനെ നല്ലൊരു കൂട്ടായ്മ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. നമ്മളൊരു കൂട്ടായ്മ, ഈ കൂട്ടായ്മയിലൂടെ തന്നെ എല്ലാ വിജയങ്ങളും നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക്സ്. ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ ജിയാണ്. ഇന്ന് പ്രസൻറ്റേഷൻ സ്കില്ല് എന്ന ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് തന്നെ സംസാരിച്ചത് ഇന്നലെ നടന്ന ANS ഓർഗനൈസേഷൻ നടത്തിയ പ്രോഗ്രാമിൻ്റെ ഫീഡ്ബാക്ക് പറയലായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തു. 3 മിനിറ്റ് അതിനെക്കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. 1 മിനിറ്റ് കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് സംസാരിക്കേണ്ടായി. അതായിരുന്നു ഇന്ന് നമ്മൾ ചെയ്തത്. ആ ഒരു ഇതിൽ 16 പേരും നല്ല രീതിക്ക് തന്നെ അവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അവരുടെ ടോപ്പിക്ക് എന്താണോ അതിനെക്കുറിച്ചിട്ട് വളരെ നന്നായിട്ട് തന്നെ അവർ സംസാരിച്ചു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന്. ഇതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് നല്ലൊരു സ്പീക്കറാവാൻ നമുക്ക് പറ്റും എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. 1 മണിക്കൂർ, നമ്മൾ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി, എന്തായാലും 1 മണിക്കൂർ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ നടത്തി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് ഈവനിങ്. ഞാൻ ജസ്ന, അവണ്ടിത്തറയിലാണ് കണക്ട് ആയിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം ഒരു ഗെയിമൊക്കെ പോലെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു 3 മിനിറ്റ് തന്നിട്ട് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക, എന്നിട്ട് 1 മിനിറ്റ് കൊണ്ട് സംസാരിക്കുക.
പറഞ്ഞു. അപ്പം അത് ഞാൻ ശരിക്കും എന്താ പറയുക, എനിക്കിഷ്ടമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും മാറി നിന്നില്ല. ഇപ്പോൾ ഞാൻ പറയണ്ടേ എന്നുള്ള രീതിയിലൊന്നും നിന്നില്ല. എല്ലാവരും ഓപ്പണാക്കിയിട്ട് പറഞ്ഞു. ഒരു മിനിറ്റിൻ്റെ ഉള്ളിലല്ലേ എല്ലാവരും പറഞ്ഞു തീർത്തു. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിനി 10 days ഒക്കെ പൂർത്തിയാവുന്ന സമയത്ത് നമ്മൾ ഹൈ ലെവലിൽ തന്നെ എത്തും തീർച്ചയായിട്ടും. ഇതിനൊക്കെ താങ്ക്സ് പറയുന്നത് അനീഷ്കാനോടാണ്. അനീഷ്ക മുൻകൈ എടുത്ത് ഇതിനൊക്കെ നിന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് ട്രെയിനിങ് ആയിട്ട് കിട്ടുന്നതും. പിന്നെ ഒരുപാട് താങ്ക്സ് പറയുന്നത് അനീഷ്കാനോടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ചെറിയ രീതിയിലൊക്കെ ഫുഡ് ഹാബിറ്റാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച് അനീഷ്ക. ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അൻസിത. ഞാൻ എറണാകുളത്തു നിന്നാണ്. ഇന്നത്തെ സെഷൻ അടിപൊളിയായിരുന്നു. പ്രസൻറ്റേഷൻ സ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി. ഒരു 3 minute കൊണ്ട് ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് 1 minute പ്രസൻറ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷൻ അടിപൊളിയാക്കാൻ പറ്റും. കോൺഫിഡൻസ് കൂട്ടാനും ക്ലാരിറ്റിയിൽ സംസാരിക്കാനും വ്യക്തമായി നമ്മൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് നമ്മൾ പറയുന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാനും എല്ലാം നമ്മളെ കൊണ്ട് പറ്റും. കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പ്രാക്ടീസാണ് ഇതുപോലുള്ള സെഷൻസ്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഡെയിലി ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ സ്കില്ല് ഡെവലപ്പാകും. സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനാണെങ്കിലും സെഷൻ കൈകാര്യം ചെയ്യാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരുടെ പാർട്ടിസിപ്പേഷനും സൂപ്പറായിരുന്നു. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ്. അനീഷയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. ഇന്നത്തെ ഈ ഒരു സെഷൻ ഇത്രയും ധന്യമാക്കിയതിൽ ഇതിലുള്ള ഓരോ മെമ്പേഴ്സുമാണ്. ഇന്നത്തെ നമ്മളെ പ്രസൻറ്റേഷൻ സ്കിൽ വർക്ക്ഷോപ്പ് എത്രത്തോളം രസകരമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ മനസ്സുള്ള ആൾക്കാരാണ്. ജയിക്കാനുള്ള വെറിയിൽ ജീവിക്കുന്നവരാണ്. ഇത് കാണുന്ന സമയത്ത് ഞാൻ ശരിക്കും അഭിമാനിക്കുകയാണ്. ഇതുപോലത്തെ നല്ലൊരു ടീമിൻ്റെ കൂടെയാണല്ലോ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത് എന്ന് കാണുന്ന സമയത്ത്. എനിവേ, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ആശംസിക്കുകയാണ്. ഇനി ഞാൻ ആലോചിക്കുകയാണ്, ഓരോ ദിവസവും ഇങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ 10ാമത്തെ ദിവസം എന്തായിരിക്കും? അത്ഭുതം എനിക്ക് സംഭവിക്കും, അത്ഭുതം. അപ്പോൾ രഘുവേട്ടൻ്റെ ഫീഡ്ബാക്ക് ഞാൻ കേട്ടിരുന്നു. എനിക്ക് പറഞ്ഞ് എനിക്ക് താല്പര്യം ഉണ്ടായില്ല, പക്ഷെ എൻ്റെ ഉപബോധ മനസ്സ് ചെയ്യ് എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതാണ് എക്സാക്ട്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലുള്ള ഓരോ വ്യക്തികളും ഒരേ മനസ്സോടെ ജീവിക്കുന്നവരാണ്. ഇവിടെ ചതിയില്ല, സൈഡ് ലൈനില്ല, ബ്രദർ ലൈനാണ്, സിസ്റ്റർ ലൈനാണ്. ഇത് എന്നും അവസാനം വരെ നമുക്ക് കൊണ്ടു നടക്കാനും നമ്മൾ ആഗ്രഹിച്ച സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനും നമുക്ക് പറ്റട്ടെ എന്നുള്ളത് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുകയാണ്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത്, ഇന്നത്തെ ഈ സെഷൻ ഞാൻ എടുത്തത് ഞാൻ ക്ലബിൽ നിന്നോ ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. എൻ്റെ ഓഫീസിൽ നിന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ കഴിഞ്ഞില്ല, അവിടെ കറണ്ട് പോയി. പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം ആക്ടിവിറ്റി ആയതുകൊണ്ട് സെഷനിലേക്ക് വീട്ടിലേക്ക് എത്തുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളോട് ഞാൻ സഹായം ചോദിച്ചു, ഹസീന താത്താനോട്. അവർ വേറെ ഒന്നും ചിന്തിച്ചില്ല, എനിക്ക് അവസരം ഒരുക്കി തന്നു. അതും അല്ലെങ്കിൽ ഈ സെഷൻ ഇതുപോലെ നല്ലൊരു മനസ്സോട് കൂടിയിട്ട് സമാധാനത്തോടു കൂടി എനിക്കിരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം. എൻ്റെ കഴിവിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കുറവിനെ അതിലൂടെ പരിഹരിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എനിവേ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും കാപ്പട്ടില്ലാതെ, മറ്റുള്ളവരോട് വെറുപ്പില്ലാതെ സന്തോഷദായകമായ ഒരു ലൈഫ് നമുക്കുണ്ടാവട്ടെ. അഷ്റഫ് ഖാൻ്റെ വാക്കെടുത്ത് കടമെടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഹൈബ്രിഡ് മോഡലിൽ ഒരുമിച്ച് യാത്ര ചെയ്യണം. കാരണം ഒരിക്കൽ ഒരാൾ ചെയ്യുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നിന്ന് പോകും. എന്നാൽ കൂട്ടമായി ചെയ്യുമ്പോൾ അറിയാതെ നമ്മൾ മുന്നോട്ടെത്തും. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കൂട്ടായ്മ. 1 മാസം 1.5 മാസം ഇതിങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തുടർച്ചയായ ഒരു 6 മാസത്തിനുള്ളിൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക. ഇമാജിൻ
വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. Hello everyone, സ്കിൽ പ്രസൻറ്റേഷൻ വർക്ക്ഷോപ്പ് ടീം മെമ്പേഴ്സ്. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഓരോ സെഷനും പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല പുരോഗമനത്തിലാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മൾ ഓരോരുത്തരും വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഓരോ സെഷൻ കഴിയുമ്പോൾ നെക്സ്റ്റ് എന്താണ് അതിന് താല്പര്യമുള്ളവരാണ് നമുക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ താല്പര്യമുള്ളവരാണ് ഇത് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നെക്സ്റ്റ് സെഷനായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ സെഷനെ കുറിച്ച് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് പുതിയൊരു വഴിത്തിരിവിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് നമ്മൾ. നാളെ മുതൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ചെയ്ത കാര്യങ്ങൾ നമുക്ക് എലിവേറ്റർ മോഡൽ ഒരു പ്രസൻറ്റേഷൻ അത് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ മെറിറ്റ്സ് നമ്മളെ കുറവുകൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രസൻറ്റേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതും അവർ ചെയ്ത നെഗറ്റീവുകളെ തിരുത്താനുള്ളൊരു ചാൻസ് ഒക്കെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. വളരെ ഉപകാരപ്രദമായ ഒരു സെഷനാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ സെഷൻസൊക്കെ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഉറപ്പാണ്. കട്ട റേറ്റിംഗാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു. ഇതുപോലത്തെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ച എല്ലാ ലീഡേഴ്സിനും താങ്ക് യു. ഗുഡ് ഈവനിങ്, സെമീറയാണ്. ലൈഫ് ലൈൻ കോട്ടപ്പുറം നിന്നാണ് കണക്ട് ആയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സെഷന് ഉണ്ടാക്കാനും ഇതിൽ എന്നെ ജോയിൻ ചെയ്തതിനും ഒക്കെ ഞാൻ അനീഷ്കാനോട് ആദ്യമായിട്ട് ഞാൻ ഫ്രം ദ ഹാർട്ടിൽ നിന്ന് നന്ദി പറയുന്നു. പിന്നെ നമ്മൾ ഒരു 3 മിനിറ്റ് നമുക്കൊരു ടോപ്പിക്ക് തന്ന് നമ്മളോട് തന്നെ ഒരു ടോപ്പിക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ് 3 മിനിറ്റ് അത് ചിന്തിക്കാൻ എഴുതേണ്ടവർക്ക് എഴുതിയെടുക്കുക എന്നതിന് വേണ്ടിയില്ല അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് സംസാരിക്കാനാണ് നമുക്ക് സമയം കിട്ടിയത്. പക്ഷെ ഞാനൊരു മിനിറ്റ് ആയിട്ടില്ല അപ്പോഴേക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. പിന്നെ എനിക്ക് വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല. ഉദ്ദേശിച്ച പോലെ അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഒരുപാട് പേര് സംസാരം ഞാൻ കേട്ടു. എനിക്ക് വളരെ ഇഷ്ടമായി. പേരെടുത്ത് പറയാൻ ഇല്ല, എല്ലാവരതും എനിക്കിഷ്ടമായി. നന്നായിട്ടുണ്ടായിരുന്നു. ഓരോ വിഷയങ്ങളും ഓരോരോ ലീഡേഴ്സ് ഓരോ വിഷയങ്ങളെടുത്ത് സംസാരിച്ചപ്പോൾ പിന്നെ കുറേ പോയിൻറ്റ്സുകൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി ഓരോ കാര്യങ്ങളും. എന്തായാലും ഇങ്ങനെ ഒരു സെഷൻ നമ്മൾ 10 ദിവസം നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകണം. അനീഷ്കാക്ക് നമ്മളെ ഒന്നിച്ച് കൊണ്ടുപോയിട്ട് അത് ഒരു റെഡിയാക്കി ഇതിനുള്ളൊരു ഇത് കിട്ടിയതാണ്. അനീഷ്കാനോട് നന്ദി പറയാം. താങ്ക് യു അനീഷ്ക, താങ്ക് യു സിസ്റ്റം. എന്നെ ഈ ഒരു സിസ്റ്റത്തേക്ക് കൊടുക്കുന്നതും ഈ ഒരു കമ്മ്യൂണിറ്റി പരിചയപ്പെട്ടതൊക്കെ എൻ്റെ കോച്ചിന് കിട്ടിയതാണ്. എൻ്റെ കോച്ചിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു മൈ കോച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്, സൗമ്യയാണ് സംസാരിക്കുന്നത്, പൂക്കാട്ട് ന്യൂട്രീഷൻ സെൻ്റർ. ഇന്നത്തെ ഒരു സെഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമേസിങ് സെഷനായിരുന്നു. എല്ലാവരുടെ ഉള്ളിലും ആ ഒരു സ്കില്ല്, സംസാരിക്കാനുള്ള സ്കില്ലുണ്ട് എന്നുള്ളത് തെളിയിച്ച ഒരു സെഷൻ തന്നെ ഇന്നലത്തെ. കാരണം ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അൻസാർക്കാട് സെഷനിൽ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, പേടിയാണ്, പ്രിപ്പയർ ചെയ്യാൻ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ഫിയർ ആണെന്നൊക്കെ. ബട്ട് ഇന്നലത്തെ ഒരു സെഷനിലൂടെ എല്ലാവർക്കും മനസ്സിലായി എല്ലാവർക്കും കഴിയും. അപ്പം നമ്മുടെ ഈ ഒരു 10 days 50 വീഡിയോസ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് എന്തായാലും വിജയിക്കുന്നത് ഉറപ്പാണ്. ഐ എം റിയലി ഹാപ്പി. താങ്ക്സ് ടു അഗെയിൻ മൈ പാരൻസ് ആൻഡ് മൈ സീനിയർ കോച്ചസ്, എക്സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത സതീഷിന്, അതോടൊപ്പം തന്നെ അനീഷ്കായ്ക്ക് നന്ദി പറയുന്നു.